ഹലോ മക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്നെൻ്റെ ക്ലാസ് കേരള PSC സ്റ്റുഡൻസിന് വേണ്ടിയുള്ള RBIയുടെ രണ്ടാമത്തെ ഭാഗമാണ്. RBIയുടെ ഫങ്ഷൻസ് ആണെന്ന് ഞാൻ പറയുന്നത്. ഈ RBIയുടെ ഫങ്ഷൻസ് പറയുമ്പോൾ നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. RBI ഫങ്ഷൻ എന്ന് പറയുമ്പോൾ RBI ഒരുപാട് ഫങ്ഷനിങ് നടത്തുന്നുണ്ട് നമ്മുടെ എക്കോണമിയിൽ. അതായത് നമ്മുടെ എക്കോണമിയിലെ മോണിറ്ററി പോളിസിയാണ് അവർ നടത്തുന്നത്. മണി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മോണിറ്ററി പോളിസിയാണ്. അതിനൊരുപാട് നടപടിക്രമങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇഷ്യൂയിങ് കറൻസി നോട്ട്സ്, ഇന്ത്യയിൽ കറൻസി നോട്ട്സ്, വെറൈറ്റീസ് ഓഫ് കറൻസി നോട്ട്സുകളുണ്ട്, അത് ഇഷ്യൂ ചെയ്യുന്നത് അവരാണ്. പിന്നെ അതുപോലെ തന്നെ അത് ബാങ്കേഴ്സ് ബാങ്കാണ്. മറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ എല്ലാം ഹെഡാണ് ബാങ്കേഴ്സ് ബാങ്ക്. പിന്നെ ബാങ്കർ ടു ദ ഗവൺമെൻറ് ആണ്. ഗവൺമെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീലിങ്സ് നടത്തുന്നത് റിസർവ് ബാങ്കിലൂടെയാണ്. പിന്നെ കൺട്രോളിങ് ആൻഡ് മെയിൻറ്റെയിനിങ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റ്, അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിനെ കൺട്രോൾ ചെയ്യുക, അതിൻ്റെ മാനേജ്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റൊരു ഫംഗ്ഷനാണ്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡാണ്, അല്ലെ ക്രെഡിറ്റ് കൺട്രോൾ മെക്കാനിസം എന്ന് പറയും. അതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഇത് കൂടാതെ സർട്ടൺ പ്രൊമോഷണൽ ഫങ്ഷൻസ്, ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസിന് വേണ്ടിയുള്ള ചില പ്രൊമോഷണൽ ഫങ്ഷൻസ്, അതുപോലെ കളക്ഷൻ ഓഫ് ഡേറ്റ, പബ്ലിക്കേഷൻ, കംപ്ലീറ്റ് ഓരോ വർഷത്തെയും ഡേറ്റ കളക്ട് ചെയ്യുക, അതുപോലെ തന്നെ അതിൻ്റെ പബ്ലിക്കേഷൻ, ഇതെല്ലാം RBIയുടെ ചുമതലയിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനെല്ലാം തന്നെ അവരുടെ ഫങ്ഷനിങ്ങിനെ എല്ലാം കൂടെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോണിറ്ററി പോളിസി അല്ലെങ്കിൽ ക്രെഡിറ്റ് കൺട്രോൾ പോളിസി എന്ന് പറയും. അതായത് ടു കൺട്രോൾ ഓവർ ദ ടോട്ടൽ മണി സർക്കുലേഷൻ ഇൻ ദ എക്കോണമി. നമ്മുടെ എക്കോണമിയിലുള്ള കംപ്ലീറ്റ് മണി സർക്കുലേഷനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി ഏർപ്പെടുത്തുന്ന പരിപാടിയാണ് എന്താ പറയുന്നത്, മോണിറ്ററി പോളിസി എന്ന് പറയും. അത് പല ഒബ്ജക്റ്റീവ്സ് ഉണ്ട് ഇതിന്. അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി, നമ്മുടെ എക്കോണമിയിൽ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി വേണം, ഫോറിൻ എക്സ്ചേഞ്ചിൻ്റെ സ്റ്റെബിലിറ്റി വേണം, അതുപോലെ ബിസിനസ് സൈക്കിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അപ്സ് ആൻഡ് ഡൗൺസ്, ബിസിനസ്സിലെല്ലാം ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ്, അതിനെ കൺട്രോൾ ചെയ്യണം, അല്ലെങ്കിൽ എലിമിനേറ്റ് ചെയ്യണം. അതുപോലെ ടോട്ടൽ എക്കണോമിക് ഗ്രോത്ത്, ഇതിൻ്റെയൊക്കെ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ മോണിറ്ററി പോളിസി കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഈ ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് മെയിൻലി 2 ടൈപ്സിലുണ്ട്. അതായത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡുണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ്. ഞാൻ പറയുന്നത് കേട്ടങ്ങ് എഴുതിയാൽ മതി, എന്നാലും അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഞാനൊന്ന് എഴുതിയും കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അപ്പോൾ ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡുമുണ്ട്, ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡുമുണ്ട്. ക്വാളിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമല്ല. അതിൻ്റെ അകത്ത് ചില സജഷൻസ്, ചില ഓർഡറുകൾ, ചില കൺട്രോൾ കാര്യങ്ങളൊക്കെ, പ്രത്യേക ചില ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും അതുപോലുള്ള കാര്യങ്ങൾ കൊടുക്കുന്നതിനെയാണ് ക്വാളിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ അല്ലെങ്കിൽ സെലക്റ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ മെത്തേഡ് എന്നൊരു പേരുണ്ട്. നമുക്ക് വേണ്ടത് ക്വാണ്ടിറ്റേറ്റീവ് ക്രെഡിറ്റ് കൺട്രോൾ ആണ്. അതിൻ്റെ അകത്തിലാണ് ഡിഫറൻറ്റ് എക്കണോമിക് പോളിസി, അല്ലെ ബാങ്കിങ് പോളിസി ഈ RBI കൊണ്ടുവന്നിട്ടുള്ളത്. അതിലൊന്നാണ് ബാങ്ക് റേറ്റ് പോളിസി. എപ്പോഴും ഓർത്തിരുന്നണം, ബാങ്ക് റേറ്റ് പോളിസി എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ചാർജ്ഡ് ബൈ RBI. അതായത് ഇഷ്ടം പോലെ ലോൺസ് ആൻഡ് അഡ്വാൻസ് RBI കൊമേഴ്ഷ്യൽ ബാങ്ക്, CBS കൊമേഴ്ഷ്യൽ ബാങ്ക്സിന് കൊടുക്കാറുണ്ട്. അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുമ്പോൾ അതിന്മേൽ ചാർജ് ചെയ്യുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ROI, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ലോൺസ് ആൻഡ് അഡ്വാൻസസ് ചാർജ്ഡ് ബൈ RBI എവിടെ നിന്നാണ്? ഓൺ CBS കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അപ്പോൾ ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് മണി കൊമേഴ്ഷ്യൽ ബാങ്കിന് RBI കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഏർപ്പെടുത്തുന്ന ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അപ്പം RBI ഏർപ്പെടുത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് ബാങ്ക് റേറ്റ് പോളിസി. ഓർത്തിരുന്നോണം. ഈ ബാങ്ക് റേറ്റ് പോളിസിയുടെ വർക്കിംഗ് ആണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത്. ഇപ്പോൾ സപ്പോസ് ഇൻഫ്ലേഷൻ, ദാറ്റ് മീൻസ് എക്സസ് ക്രെഡിറ്റ് ആണ്, ഇഷ്ടം പോലെ മണി നമ്മുടെ എക്കോണമിയിലുണ്ട്, സപ്ലൈ ഓഫ് മണി കൂടുതലാണെന്ന് വിചാരിക്കുക, ഇൻഫ്ലേഷനാണ്. അങ്ങനെയെങ്കിൽ RBI എന്ത് ചെയ്യും? പ്രത്യേക സജ്ജം, അതൊക്കെ ഈ ക്വസ്റ്റ്യനാണ്. RBI റൈസസ് ബാങ്ക് റേറ്റ്. ഓർത്തോണം, RBI അപ്പോൾ ബാങ്ക് റേറ്റ് കൂട്ടും. അങ്ങനെ ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഡിമാൻഡ് ഫോർ ക്രെഡിറ്റ് ഫാൾസ്. അപ്പോൾ ക്രെഡിറ്റിൻ്റെ ഡിമാൻഡ് കുറയും എന്ന് പറയുമ്പോൾ ബിസിനസ് കപ്പാസിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഡിക്ലൈൻ. കൊമേഴ്ഷ്യൽ ബാങ്കിന് ആവശ്യത്തിന് പണമില്ലാതെ അവരുടെ ബിസിനസ് ആക്ടിവിറ്റി ഡിക്ലൈൻ ചെയ്യും. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ. നേരെ മറിച്ച് ഡീഫ്ലേഷൻ എന്ന് പറയുമ്പോൾ ലോവർ ക്രെഡിറ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യും? ബാങ്ക് റേറ്റ് റെഡ്യൂസ് ചെയ്യും. ബാങ്ക് റേറ്റ് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം, ഡീഫ്ലേഷൻ പീരീഡിൽ RBI റെഡ്യൂസ് ബാങ്ക് റേറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഡിമാൻഡ് ഇൻക്രീസസ്,
മോർ ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഫോർ ദെയർ എക്കണോമിക് ആക്ടിവിറ്റി. അപ്പോൾ കൂടുതൽ ഫണ്ടുകൾ ഈ ബാങ്കിന്, കൊമേഴ്ഷ്യൽ ബാങ്കിന് കിട്ടും. അത് ഇവരുടെ ഒരു നടപടിയാണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. പിന്നെ ചില ഷോർട്ട് പീരീഡ് എക്കണോമിക് നീഡ്സിന് വേണ്ടി RBI കൊണ്ടുവരുന്ന മറ്റ് ചില പരിപാടികളാണ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ എന്നൊക്കെ പറയും. ഓർത്തിരുന്നോണം, റിപ്പോ റേറ്റ് ആൻഡ് റിവേഴ്സ് റിപ്പോ. അതായത് ഈ അത്യാവശ്യത്തിനല്ല, എപ്പോഴും RBI ആവശ്യത്തിന് ലോൺസ് ആൻഡ് അഡ്വാൻസസ് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും. അങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് ഏർപ്പെടുത്തുന്ന ഒരു റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഉണ്ട്. അതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയും, റിപ്പോ റേറ്റ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവർ വാങ്ങിക്കുന്ന ലോൺസ് ആൻഡ് അഡ്വാൻസിന് പകരമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പ്രതിഫലമായിട്ട് RBIക്ക് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതിനെയാണ് എന്ത് പറയുന്നത്, റിപ്പോ റേറ്റ്. നേരെ മറിച്ച് വരും, അതാണ് റിവേഴ്സ് റിപ്പോ. റിവേഴ്സ് റിപ്പോ എന്ന് പറയുമ്പോൾ ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ചിലപ്പോൾ എക്സസ് എമൗണ്ട് വരും. അപ്പോൾ ആ എക്സസ് എമൗണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് അത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന RBIയിലാണ്. അങ്ങനെ വരുമ്പോൾ RBI തിരിച്ച് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ. രണ്ടും തമ്മിൽ തെറ്റിപ്പോകരുത്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ റിസർവ് ബാങ്കിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയും. ഇനി നേരെ മറിച്ച് റിസർവ് ബാങ്ക് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ. ഓർത്തിരുന്നോണം. അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചാർജ്ഡ് ബൈ RBI ആണ് ഫോർ ലെൻഡിങ് മണി ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് മണി ലെൻഡ് ചെയ്യുമ്പോൾ RBI ഏർപ്പെടുത്തുന്ന ആ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് CBSന് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ മുകളിൽ ഈ RBI ഏർപ്പെടുത്തുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയും. അത് ആ എക്കോണമിയിലെ ലിക്വിഡിറ്റി മാനേജ്മെൻറ്റിന് വേണ്ടി ഉള്ള അഡ്ജസ്റ്റ്മെൻറ്റാണ്. ഇനിയും ഈ അഡ്ജസ്റ്റ്മെൻറ്റ് ഓർത്തോണം. റിപ്പോ റേറ്റ് കുറഞ്ഞാൽ, റിഡക്ഷൻ ഇൻ റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞാൽ മോർ മണി അറ്റ് ചീപ്പ് റേറ്റ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. കാരണം റിപ്പോ റേറ്റ് കുറച്ച് കഴിയുമ്പോൾ, അതായത് ബാങ്കിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു, RBIയുടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ചു എന്ന് വിചാരിക്കുക. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പണം കൊമേഴ്ഷ്യൽ ബാങ്കിനെയൊക്കെ ചെല്ലും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൂടുതൽ ബിസിനസ് നടത്താൻ പറ്റും. നേരെ മറിച്ചും വരും. അതായത് പിന്നെ റിപ്പോ റേറ്റ് ഇൻക്രീസ് ചെയ്താൽ അപ്പോൾ അത് കൊമേഴ്ഷ്യൽ ബാങ്കിന് ഹൈലി എക്സ്പെൻസീവ് ആകും, അവരുടെ ബിസിനസ് ആക്ടിവിറ്റിയൊക്കെ തകരും. പിന്നെ നമ്മൾ പറഞ്ഞ അതാണ് റിപ്പോ റേറ്റ്. ഇനി റിവേഴ്സ് റിപ്പോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. റിവേഴ്സ് റിപ്പോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഗിവൺ ബൈ RBI ഫോർ ദ ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ എക്സസ് ഡെപ്പോസിറ്റ് RBIയിൽ കൊടുക്കുമ്പോൾ RBI CBSന്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്ന റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ വിളിക്കുന്ന പേരാണ് റിവേഴ്സ് റിപ്പോ എന്ന് പറയും. അതൊരു കോൺസ്റ്റൻറ്റ് റേറ്റിലേ ഉള്ളൂ, ഒരു ലിമിറ്റഡ് റേറ്റ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെയും അതിൻ്റെയും ഫംഗ്ഷൻ ശ്രദ്ധിക്കുക. ഇൻക്രീസ് ഇൻ റിപ്പോ റിസർവ് റിപ്പോ, അതായത് ഇൻക്രീസ് ഇൻ റിസർവ് റിപ്പോ കൂട്ടിയാൽ മോർ ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് വരും. കാരണം കൂടുതൽ പലിശ, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഡെപ്പോസിറ്റിന് കൂടുതൽ പലിശ RBIയിൽ നിന്ന് കിട്ടിയാൽ അതിൻ്റെ ഗുണമെന്താ, മോർ ഫണ്ട്സ് ടു കൊമേഴ്ഷ്യൽ ബാങ്ക്. നേരെ മറിച്ച് റിവേഴ്സ് റിപ്പോ കുറഞ്ഞു പോയാലോ, ഉള്ളി ലെസ് എമൗണ്ട് ടു ദ കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. അവരുടെ ബിസിനസ്സിൻ്റെ പിന്നെ വർക്കിംഗ് കണ്ടീഷൻ കുറയും, കപ്പാസിറ്റി കുറയും. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടിയാണ് CRR, ക്യാഷ് റിസർവ് റേഷ്യോ. അതായത് സർട്ടൻ എമൗണ്ട് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ഡെപ്പോസിറ്റ് ദാറ്റ് ഈസ് റിസർവ് വിത്ത് RBI. ഏതൊരു കൊമേഴ്ഷ്യൽ ബാങ്കും ഫങ്ഷൻ ചെയ്യണമെങ്കിൽ അവരുടെ അസറ്റിൻ്റെ ഒരു പങ്ക് RBIയിൽ റിസർവ് ചെയ്യണം. അങ്ങനെ റിസർവ് ചെയ്യുന്ന ആ പെർസെൻറ്റേജിനെ വിളിക്കുന്ന പേരാണ് CRR. അപ്പോൾ എല്ലാ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫണ്ടിൻ്റെ ഒരു പങ്ക് RBIയിൽ വെച്ചിട്ടുണ്ട്. ആ റിസർവ് ചെയ്തിരിക്കുന്ന ആ ഫണ്ടിനെയാണ് ആ റേറ്റിനെയാണ് നമ്മൾ CRR എന്ന് പറയും. ഇതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സെൻട്രൽ ബാങ്കിനെ ആ പേരിട്ട് വിളിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. മറ്റുള്ള ബാങ്കുകളുടെ അസറ്റിൻ്റെ ഒരു പങ്ക് റിസർവ് ചെയ്തിരിക്കുന്ന ബാങ്കാണ് നമ്മുടെ സെൻട്രൽ ബാങ്ക്. അതുകൊണ്ടാണ് നമ്മുടെ സെൻട്രൽ ബാങ്കിനെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. ഇൻഫ്ലേഷൻ വരുമ്പോൾ CRR കൂട്ടും. കാരണം ഇൻഫ്ലേഷൻ എന്ന് പറയുമ്പോൾ എക്സസ് ക്രെഡിറ്റ് ഉണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും CRR റേസ് ചെയ്യും. അപ്പോൾ അങ്ങനെ റേസ്, അപ്പോൾ ഓപ്പോസിറ്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഡീഫ്ലേഷൻ വരുമ്പോൾ CRR കുറയ്ക്കും. ഇതെല്ലാം ഓർത്തിരുന്നോണം. അപ്പോൾ ഇൻഫ്ലേഷൻ പീരീഡിൽ CRR കൂട്ടും, അപ്പോൾ ഓപ്പോസിറ്റാണ് ഡീഫ്ലേഷൻ പീരീഡ് വരുമ്പോൾ CRR കുറയ്ക്കും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പരിപാടിയാണ് SLR, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ. SLR
അത് ഇതുപോലെ തന്നെയാണ്. അത് എല്ലാ ബാങ്കുകളുടെയും കയ്യിരിക്കുന്ന ഒരു എമൗണ്ടാണത്. എവറി ബാങ്ക് മെയിൻറ്റെയിൻ സർട്ടൺ എമൗണ്ട് ഓഫ് ദെയർ ഡിമാൻഡ് ആൻഡ് ടൈം ലയബിലിറ്റി. അതായത് ഓരോ ബാങ്കുകളുടെ ഫണ്ടുകളുണ്ടല്ലോ, ആ ഫണ്ടുകൾ അവരുടെ ഡെപ്പോസിറ്റോ ടൈം ഡെപ്പോസിറ്റോ ഡിമാൻഡോ എന്തും ആയിക്കോട്ടെ, അവരുടെ ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ഓഫ് മണിയിൽ ഒരു പങ്ക് ഓരോ ബാങ്കും കയ്യിൽ സൂക്ഷിക്കാറുണ്ട്. അങ്ങനെ ഓരോ ബാങ്കും അവരുടെ കയ്യിൽ സൂക്ഷിക്കുന്ന പണത്തിനെ വിളിക്കുന്ന പേരാണ് SLR. രണ്ടും തമ്മിൽ വ്യത്യാസം ഓർത്തോണം. CRR എന്ന് പറഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഫണ്ടിൻ്റെ ഒരു പങ്ക് RBI റിസർവ് ചെയ്യുന്നതിനെയാണ് CRR എന്ന് പറഞ്ഞത്. നേരെ മറിച്ച് കയ്യിലുള്ള പണത്തിൻ്റെ, അതായത് ഈ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അസറ്റിൻ്റെ ഒരു പങ്ക് അവർ തന്നെ കൈവച്ചേക്കുന്നതിനെയാണ് നമ്മൾ SLR എന്ന് വിളിക്കുന്നത്, ഓർത്തിരുന്നോണം. അതും അതിൻ്റെ ഫങ്ഷനിങ് ഇങ്ങനെയാണ്. ഇൻഫ്ലേഷൻ വരുമ്പോൾ SLRൻ്റെ റേറ്റ് കൂട്ടും. അപ്പോൾ SLR റേറ്റ് കൂട്ടുമ്പോൾ തീർച്ചയായിട്ടും ലെൻഡിങ് കപ്പാസിറ്റി കൂടും. നേരെ മറിച്ച് ഡീഫ്ലേഷൻ വരുമ്പോൾ SLR കുറയ്ക്കും. അപ്പോൾ അങ്ങനെ അതിൻ്റെ ഫങ്ഷൻ അത് ഓർത്തിരുന്നോണം. ഇൻഫ്ലേഷൻ പീരീഡ് വരുമ്പോൾ SLR ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കൂടുതൽ എമൗണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ കിട്ടും, അവർക്ക് കൂടുതൽ ബിസിനസ് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കാം. നേരെ മറിച്ച് ഡീഫ്ലേഷൻ പീരീഡ് വരുമ്പോൾ കുറഞ്ഞ എമൗണ്ടാണ്, അതായത് SLR കുറയും. പിന്നെ ഓർത്തിരിക്കേണ്ട മറ്റൊരു കാര്യം, റിപ്പോ റേറ്റ് ഈസ് ഓൾവേസ് ലെസ് ദാൻ ബാങ്ക് റേറ്റ്. ബാങ്ക് റേറ്റിനേക്കാൾ എപ്പോഴും കുറവായിരിക്കും റിപ്പോ റേറ്റ്. അതുപോലെ തന്നെ റിപ്പോ റേറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിവേഴ്സ് റിപ്പോ. എന്നാൽ റിവേഴ്സ് റിപ്പോയേക്കാൾ കൂടുതലാണ് റിപ്പോ റേറ്റ്. അതൊന്ന് ഓർത്തിരുന്നേക്കണം. പിന്നെ ഒരു ഓപ്പറേഷനോടുണ്ട് ഇവരുടെ, അതുകൂടെ ഒന്ന് ഓർത്തിരിക്കുക. OMO, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ബിൽസ് ബൈ RBI. അതായത് ഈ RBI അത്യാവശ്യം വരുമ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന സെക്യൂരിറ്റീസ്, ബില്ലുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അല്ലെ മാർക്കറ്റിലേക്ക് വിൽക്കും. അതുപോലെ തന്നെ മാർക്കറ്റിൽ എക്സസ് ആയിട്ടുള്ളപ്പോൾ അവർ പർച്ചേസ് ചെയ്യുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ പർച്ചേസിങ് ആൻഡ് സെയിൽസ് ഓഫ് സെക്യൂരിറ്റീസ് ഓർ ബിൽസ് ഇൻ ദ ഓപ്പൺ മാർക്കറ്റ് ബൈ RBI ഈസ് കോൾഡ് OMO എന്ന് പറയും. ഇനി അതിൻ്റെ ഫങ്ഷൻ ഇങ്ങനെയാണ്. അതായത് ഇറ്റ് സെൽസ്, RBI സെൽസ് ദെയർ സെക്യൂരിറ്റീസ് ഓർ ബിൽസ്. അങ്ങനെ വരുമ്പോൾ റെഡ്യൂസ് ലെൻഡിങ് കപ്പാസിറ്റി ഓഫ് കൊമേഴ്ഷ്യൽ. ഇപ്പോൾ RBI കുറേ സെക്യൂരിറ്റീസ് അല്ലെ ബില്ലിരിക്കുന്നു, അവർ ഓപ്പൺ മാർക്കറ്റിൽ കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കുന്നു. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്ക് അത് പർച്ചേസ് ചെയ്യുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇരിക്കുന്ന പണം RBIയിലേക്ക് കിട്ടും. അപ്പോൾ പിന്നീട് അടുത്ത കേസിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൂടുതൽ ബിസിനസ് ആക്ടിവിറ്റി നടത്താൻ പറ്റത്തില്ല. അപ്പോൾ ഓർത്തിരുന്നോണം. അപ്പോൾ OMO വഴി RBI അവരുടെ സെക്യൂരിറ്റി സെയിൽസ് നടത്തുമ്പോൾ ലിക്വിഡിറ്റി അല്ലെങ്കിൽ ലെൻഡിങ് കപ്പാസിറ്റി CBSൻ്റെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കുറയും. നേരെ മറിച്ച് പർച്ചേസ് ചെയ്യുമ്പോഴാണ്, ഇപ്പം നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ഇഷ്ടം പോലെ സെക്യൂരിറ്റികളൊക്കെ ഇരിക്കുന്നു, ബില്ലുകളിരിക്കുന്നു. ഓപ്പൺ മാർക്കറ്റിലേക്ക് ചെന്ന് RBI അത് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിക്കുക. അപ്പോൾ RBIയിൽ നിന്ന് ഇഷ്ടം പോലെ പണം കൊമേഴ്ഷ്യൽ ബാങ്കിലേക്ക് ചെല്ലും. അപ്പോൾ അവരുടെ ലെൻഡിങ് കപ്പാസിറ്റി കൂടും, ബിസിനസ് ആക്ടിവിറ്റി കൂടും. രണ്ടും തിരിച്ചറിഞ്ഞോണം. അപ്പോൾ OMO വഴി സെക്യൂരിറ്റി സെയിൽസ് നടത്തുമ്പോൾ ലെൻഡിങ് കപ്പാസിറ്റി കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കുറയും. നേരെ മറിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ മോർ ക്രെഡിറ്റ്, മോർ ലെൻഡിങ് കപ്പാസിറ്റി അല്ലേ ബിസിനസ് ആക്ടിവിറ്റി. ഇതുപോലെ തന്നെ മറ്റൊരു സംഭവം കൂടെ ഉണ്ട്. ഗവൺമെൻറ് ബോൺസ് സെയിൽസ് നടത്താറുണ്ട്. ഗവൺമെൻറ് ബോൺസ് സെയിൽസ് നടത്തുമ്പോൾ മണി സപ്ലൈ റെഡ്യൂസ് ചെയ്യും. നേരെ മറിച്ച് ഗവൺമെൻറ് ബോൺസ് ബൈ ചെയ്യും, പർച്ചേസ് ചെയ്യുമ്പോൾ മോർ മണി സപ്ലൈ മാർക്കറ്റിലേക്ക് വരികയും ചെയ്യും. പിന്നെ ഞാൻ ഒരു അപ് ടു ഡേറ്റ് കണക്കൂടെ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഏറ്റവും പുതിയ 2025 ബാങ്ക് റേറ്റ് 6.25%, റിപ്പോ റേറ്റ് 6%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%, CRR ക്യാഷ് റിസർവ് റേഷ്യോ 4%, അതുപോലെ SLR സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ 18%. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ ഇതിൻ്റെ അകത്ത് പറയാം. അതായത് നമ്മുടെ കറൻസി നോട്ടുകൾ, പലതരത്തിലുള്ള കറൻസി നോട്ടുകൾ 1 മുതൽ 500 വരെ ഉണ്ട്. ഈ 1 എന്ന് പറയുന്ന കറൻസി നോട്ടും അതിൻ്റെ നാണയങ്ങളുമൊക്കെ ഗവൺമെൻറ് ഈ ഫൈനാൻസ് സെക്രട്ടറിയുടെ കെയർ ഓഫിലാണ്. പോയിട്ട് 2 രൂപ മുതൽ, ഇപ്പോൾ 2 രൂപ ഇല്ലെന്ന് തോന്നുന്നു, 2 രൂപയുടെ നാണയമേ ഉള്ളൂ അവിടെ മുതൽ. അപ്പോൾ നാണയമല്ലാത്ത രൂപ മുതൽ, അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എത്ര 5 രൂപ മുതലായിരിക്കും. അപ്പോൾ അവിടെ മുതലുള്ളതാണ് ഈ RBI പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഈ മറു സൈഡിൽ, ഓരോ നോട്ടിൻ്റെ മറു സൈഡിൽ ചില ചിത്രങ്ങളുണ്ട്. അതുകൂടെ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, ഓർത്തിരുന്നോണം. 500 രൂപയുടെ ബാക്ക് സൈഡിൽ ചെങ്കോട്ടയുടെ പടമാണ്. 100 രൂപയുടെ ബാക്ക് സൈഡിൽ ഗുജറാത്തിലെ ഒരു ഹിസ്റ്റോറിക്കൽ പ്ലേസ് റാണി കി വാവ് എന്ന് പറയും. 200 രൂപയുടെ ഓപ്പോസിറ്റിൽ കിടക്കുന്നത് സാഞ്ചി സ്തൂപമാണ്. 20 രൂപയുടെ ഓപ്പോസിറ്റ് കിടക്കുന്ന എല്ലോറ ഗുഹകളാണ്. 10 രൂപയുടെ നോട്ടിൻ്റെ ബാക്കിൽ കിടക്കുന്ന കോണറാക്ക് സൂര്യക്ഷേത്രമാണ്. 50 രൂപയുടെ ബാക്കിൽ എന്ന് പറയുന്നത് ഹംപി വിത്ത് ചാരിയോട്ടാണ്.
ഒരു കാര്യം കൂടെ പറയാം, ഈ നോട്ട്സിൻ്റെ സൈഡിൽ പിന്നെ ബാക്ക് സൈഡിൽ അല്ലേ നോട്ടിൽ പിന്നെ പല ഭാഷകൾ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഭാഷകൾ മൊത്തം കൂടെ 17, അതായത് നമ്മുടെ ഔദ്യോഗിക ഭാഷയിൽ ഏകദേശം 17 ലാംഗ്വേജസ് 17 ലാംഗ്വേജസിലാണ് ഈ രൂപയുടെ മൂല്യം പ്രിൻ്റ് ചെയ്തിരിക്കുന്നത്. അതുകൂടെ ഈ കാര്യത്തിൽ അത് ഓർത്തിരുന്നണം. ഓക്കെ.